നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അവരുടെ ഡീപ്പ് ഫീലിങ്സ് എന്തൊക്കെയാണ്? അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിരിക്കാം. ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവർ എത്രമാത്രം ഹാപ്പി ആയിരുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു. നിങ്ങളുടെ ആ റിയൽ വാല്യൂ എന്താണ് എന്നുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അവരെ അത്രയും നിങ്ങളെ മിസ് ചെയ്യിപ്പിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. ലൈഫിൽ ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള ലെസൺസ് ഈ വ്യക്തി ഇപ്പോ മനസ്സിലാക്കുന്നു. ആൻഡ് തികച്ചും ഇമ്മച്വർ ആയിട്ട് അവർ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം. അവരുടെ അത്തരം ചില പ്രതികരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില വേർഡ്സ് നിങ്ങളോട് തെറ്റായ രീതിയിൽ പറഞ്ഞത് കൊണ്ടോ ചെറിയ നിസാര കാര്യങ്ങൾക്കായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവർക്കിപ്പോൾ അതിലെല്ലാം ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ടാവാണ്. ഇപ്പൊ കൂടുതലും അവർ മെച്യൂർ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ. ആൻഡ് യെസ്, അവര് ഇപ്പോ അവരുടെ ലൈഫിൽ തന്നെ ഒരു കൺട്രോൾ കൊണ്ടുവരാണ്. കാരണം അവര് ചിലപ്പോ അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ചില പ്രത്യേകതരമായ രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളെ കളിയാക്കുന്ന രീതിയിലൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് തന്നെ ആ ഒരു മനസ്സിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിനെ അത് എത്രമാത്രം വേദനിപ്പിക്കുമെന്നൊന്നും ആ വ്യക്തി ചിന്തിച്ചിരുന്നില്ല. ഓക്കെ. ഇപ്പൊ ഈ വ്യക്തി അതിനെക്കുറിച്ചെല്ലാം അനലൈസ് ചെയ്യാണ്. ഓക്കെ. യെസ്, നിങ്ങൾ ഒരുപാട് സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങൾ തികച്ചും ഈ വ്യക്തിയിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്കിലും നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഈ വ്യക്തിയെ കൂടുതൽ വേദനിപ്പിക്കുന്നു. ഓക്കെ. ആൻഡ് യെസ്, ഇപ്പോ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം രണ്ടു പേരും സെപ്പറേറ്റഡ് ആണ്. ഇതിലൊരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടു പേരും ഒന്നിച്ച് ചേരണമെങ്കിൽ രണ്ടു പേർക്കും ആ ഒരു എഫേർട്ട് എടുത്താൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നും ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഓക്കെ. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ്, മെയിൻ ആയിട്ടും ഈഗോ പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ആ സിറ്റുവേഷനിലൊക്കെ ഒരു എൻഡ് ആണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ നിങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ വ്യക്തിയായിട്ട് തന്നെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ആൻഡ് യെസ്, ബ്രേക്ക് ത്രൂ, അതായത് ഈ ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ സെപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ ഒപ്പോസിഷൻസ് ആണോ റിലേഷൻഷിപ്പിൽ ഉള്ളത്, എന്തൊക്കെ തെറ്റിദ്ധാരണകളാണോ നിങ്ങളെ അകറ്റിയിരിക്കുന്നത്, ഏതൊരു കാരണം കൊണ്ടാണോ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു തടസ്സം നിലനിൽക്കുന്നത്, ആ തടസ്സങ്ങളെല്ലാം എന്താണ് തകർത്തെറിഞ്ഞുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു. അത്രയും തീവ്രമായിട്ടുള്ള ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടെന്ന് കാണുന്നു. ആൻഡ് യെസ്, ആ ഒരു ചേഞ്ച് ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയായിട്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചത് എന്ന് കാണുന്നു. അതുകൊണ്ട് അവര് തന്നെ ഇത് കറക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു എഫേർട്ട് എടുക്കണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. യെസ്, തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് ഒരു സാധാരണഗതിയിലേക്ക് പോകണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. സ്റ്റാർട്ടിങ് ടൈമിൽ വളരെയധികം ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് റിലേഷൻഷിപ്പ് മാറണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. യെസ്, ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ. അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അവരുടെ സാഹചര്യങ്ങളൊക്കെ ഈ സെപ്പറേഷൻ ടൈമിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അവർക്ക് ഉണ്ടാവാണ്. നിങ്ങളുടെ ആബ്സെൻസ് അവരെ അത്രയും വേദനിപ്പിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്
ഒരു റീബർത്തിനെ കുറിച്ചാണ്. ഈ റിലേഷൻഷിപ്പിൽ വലിയൊരു മാറ്റം സംഭവിക്കും എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഈ വ്യക്തി പ്രവർത്തിക്കാനായിട്ട് ഡിസിഷൻസ് എടുക്കുന്നു. ഓക്കെ, യെസ്. അത്രമാത്രം ഒരു സങ്കടകരമായിട്ടുള്ള സാഹചര്യം ഈ വ്യക്തി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്. കാരണം ഇത്രയും നാളിനിടയിൽ അവർ ഇത്രയും ഒരു ദുഃഖം അവർ അനുഭവിച്ചിട്ടില്ല. അത്രയും ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക്, അത്രയും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവരിപ്പോ ലൈഫിൽ ലീഡ് ചെയ്യുന്നത് എന്ന് കാണുന്നു. ഓക്കെ, അത്രയും ഇതുവരെയും അവർ ഇത്രയും ഇത്രയും ഒരു വേദന അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഓക്കെ, യെസ്. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യമായിരുന്നാലും അവർ ഒറ്റയ്ക്ക് തന്നെ നേരിടാനും അവർ എന്ത് സിറ്റുവേഷനോടും പൊരുതി നിങ്ങളുടെ അരികിലേക്ക് വരാനും അവർ തയ്യാറാണ്. ഇത്രയും ഡാർക്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്രയും ശൂന്യമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും അവരെ ഒരു വെളിച്ചത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു പ്രതീക്ഷ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവര് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നാൽ അല്ലെങ്കിൽ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സോറി പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വെളിച്ചത്തിലേക്കാണ് ആ വ്യക്തി മൂവ് ചെയ്യുന്നതെന്ന് കാണുന്നു. യെസ്, ഗോയിങ് വിത്ത് ദ ഫ്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്താണോ ഡിസിഷൻ എടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. ഗോ വിത്ത് ദ ഫ്ലോ. ലൈഫ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനെ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഓൾറെഡി ഒത്തിരി പേര് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ആ ചേസിങ് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, കുറച്ച് പേരെങ്കിലും ആ ഒരു ഡിസിഷൻ എടുത്ത് കാണും. പക്ഷെ അല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്നത് വഴി ഈ വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ വരാനുള്ള പോസിബിലിറ്റീസ് കാണുന്നു. ഓക്കെ, മേ ബി ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള വേദന കൊണ്ട് തന്നെ യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇത്തരം എക്സ്പീരിയൻസസ് നൽകാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കണം. ആ ഒരു രീതിയിലാണ് ഈ ഒരു സെപ്പറേഷൻ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക. ഓക്കെ, ഒത്തിരി തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എത്രത്തോളം വേദന നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ആ ഒരു ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രയാസപ്പെടുന്നുണ്ടോ അത്രയും പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുക. ഐ എം സറണ്ടറിങ് ഓൾ മൈ ട്രബിൾസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ഡിവൈൻ എന്ന് പറയുക. ഓക്കെ, 2 days. ഓക്കെ, പോസിബിലിറ്റി ആയിരിക്കാം. ടുമോറോ. ഓക്കെ, ടുമോറോ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ എന്നുള്ളതായിരിക്കാം. ടുമോറോ എന്നുള്ളൊരു പോസിബിലിറ്റി ആണ്. 30 ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടർ ഉള്ള വ്യക്തികളുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. ലെറ്റർ ടി, ലെറ്റർ എൽ, ലെറ്റർ എം, ലെറ്റർ ജി. മെയ് മന്ത് ആൻഡ് ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം. നമ്പർ 20, നമ്പർ 1 ആൻഡ് ഫൈനലി ലെറ്റർ എസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ്.